പ്രീ മാർക്കറ്റ് അനാലിസിസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആർക്കെങ്കിലും ഒന്ന് ഓർമ്മിച്ച് പറയാൻ പറ്റുമോ? പോയിന്റ്സുകളൊന്ന് ഓർമ്മിച്ച് പറയാൻ പറ്റുമോ? ഒരു പോയിന്റ് എനിക്ക് ഓർമ്മയുണ്ട്. ന്യൂസിന് കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാവില്ല. ചെറിയൊരു വേരിയേഷൻ, ഇതൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഏറെക്കുറെ. ആ ഒരു ഒറ്റ ഇതിലാണ് ഞാൻ ഈവൻ ന്യൂസ് ടൈം ആയിട്ടും ഞാൻ ആ ചാർട്ട് വരച്ച ട്രെൻഡ് ലൈൻ വെച്ചുള്ള ട്രേഡ് എടുത്തത്. ക്ലോസ് ആയിട്ട് വെയിറ്റ് ചെയ്തത്. കാരണം സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ ന്യൂസ് വെച്ച് നോക്കണെങ്കിൽ ഡോളറിന് സ്ട്രെങ്ത് കൂടും. അപ്പൊ ഗോൾഡ് താഴേക്ക് പോണ്ടതാണ്. പക്ഷെ ഞാൻ എടുത്താറുണ്ട് അപ്പൊ ബൈ ഓപ്ഷൻ ആയിരുന്നു. എന്നിട്ട് ഞാൻ അത് ക്ലോസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കാരണം അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഇപ്പൊ നല്ല രീതിയിൽ മേലേക്ക് പോകുന്നു. വേറെന്താണ് നോട്ട് ചെയ്തിരുന്നത്? അത് സ്റ്റഡി മെത്തേഡാണ് കേട്ടോ ആൽവിൻ. അത് അപ്രീസിയേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചൊരു മെത്തേഡാണ്. മറ്റുള്ള ആളുകൾ ഇപ്പൊ നേരത്തെ ഇപ്പം എന്താണ് കാരണമെന്ന് ചോദിക്കുന്നതിനേക്കാൾ ബെറ്റർ ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ ആൽവിൻ പറഞ്ഞത്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു അനാലിസിസ് കറക്റ്റ് ആണെങ്കിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ട് വരുന്ന റിസൾട്ട്, ഞാനതാണ് തുടക്കം പറഞ്ഞത്, ന്യൂസ് ബേസ്ഡ് ആയിട്ട് വരുന്ന റിസൾട്ട് നമ്മുടെ അനാലിസിസിന് അനുകൂലമാണെങ്കിൽ നമുക്ക് ആ ട്രേഡ് എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ആൽവിൻ എടുത്തൊരു തീരുമാനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല. പ്രോത്സാഹിപ്പിക്കരുത്, നിങ്ങൾ ചെയ്യരുതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഓക്കെ, വേറെ പോയിന്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞു. സാർ ഒരു സ്ട്രോങ് സപ്പോർട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അത് വീഴുകയാണെങ്കിൽ അവിടെ വരെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. മാർക്കറ്റ് ഒരു ബുള്ളിഷിലാണെന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ട്. ആ ഏരിയ വീഴുകയാണെങ്കിൽ ആ സ്ട്രോങ് സപ്പോർട്ട് വരെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വന്നു അല്ലേ? അതെ. അതാണ് ഞാൻ പറഞ്ഞത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമായിരുന്നു അത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ അപ്പൊ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, അവിടം വരെ ഒക്കെ വരാനായിരിക്കും കുറച്ചുകൂടി സാധ്യത എന്നുള്ള ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ അവിടെ നിന്ന് താഴോട്ടേക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് വീണു. എനിവേ, മുകളിൽ നിന്ന് വീണ ഏരിയ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി മുകളിൽ പോയിട്ട് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്ന സമയത്ത് 1 അവറിന്റെ ക്യാൻഡിലാന്ന് തോന്നുന്നു, 50 മിനിറ്റ്സിന്റെ ക്യാൻഡിലാണോ എന്ന് എനിക്കറിയില്ല, കുറച്ചുകൂടി മുകളിൽ പോയിട്ട് ഒരു വീഴ്ച താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അടുത്തെത്തിയ സമയത്താണ് ഗ്രൂപ്പിൽ ഹരികൃഷ്ണനാന്ന് തോന്നുന്നു എന്നോട് ചോദിച്ചത് താഴോട്ടേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും 2400 വരെ ആ ഒരു സ്ട്രോങ് കണ്ടിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് മാർക്കറ്റ് ആ ഒരു സ്ട്രോങ് ഏരിയ തന്നെയായിരുന്നു. അത് താഴോട്ടേക്ക് ഇറങ്ങുന്നത് ഒരു സ്ട്രോങ് ഏരിയ തന്നെയായിരുന്നു. കുറച്ച് അവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വീഴ്ച വന്നത്. കാരണം ഇപ്പോൾ ഈ 4 അവറിൽ കാണുന്ന അവസാനത്തെ 2 ക്യാൻഡിൽ 4 അവറിൽ ഇപ്പോൾ ഫോം ചെയ്യുന്നതല്ലാതെ അതിന് മുന്നുള്ള 2 ക്യാൻഡിൽ ആ സപ്പോർട്ടല്ല റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് താഴോട്ടേക്ക് വന്നത്. മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ചിട്ട് ഞാൻ എന്നും പറയാറുണ്ട് നിങ്ങളോട്, മാർക്കറ്റ് അനാലിസിസ് വാച്ച് ചെയ്യുക. നിങ്ങൾ ട്രേഡ് എടുക്കാൻ പോകുന്നതിനേക്കാൾ മുന്നേ മിനിമം നിങ്ങൾക്ക് ആകെ ചിലവാകുന്ന ഒരു 15 മിനിറ്റ് ഒക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. മാർക്കറ്റ് അനാലിസിസ് മാക്സിമം 15 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ആ 15 മിനിറ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസയെ സേവ് ചെയ്യാൻ സാധിക്കും. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, മാർക്കറ്റ് അനാലിസിസ് കാണുന്നിട്ട് ട്രേഡ് എടുക്കുന്നതിനേക്കാൾ തൊട്ട് മുന്നേ ഒരു 15 മിനിറ്റ് മാത്രമേ മാക്സിമം ഉണ്ടാവാറുള്ളൂ. ആ 15 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസയെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. എല്ലാവരും അത് കാണുക. ഏറെക്കുറെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏറെക്കുറെ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഏരിയയും ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നു മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 100% എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ആ പറഞ്ഞൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു, താഴോട്ടേക്കുള്ള മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു കൃത്യമായിട്ട് എടുത്ത ഒരാൾ എനിക്ക് തോന്നുന്നു ഹരികൃഷ്ണൻ മാത്രമാണെന്ന് തോന്നുന്നു. വേറെ ആരെങ്കിലും എടുത്തിരുന്നോ? അവിടുന്ന് റിവേഴ്സൽ വന്ന സമയത്ത് എടുത്തിരുന്നോ ആരെങ്കിലും? ഒരു റിവേഴ്സൽ വന്നിരുന്ന സമയത്ത് ഹരികൃഷ്ണൻ എടുത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. വേറെ ആരെങ്കിലും എടുത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെയാണ് വലിയ ട്രേഡുകൾ കിട്ടുന്നത്. ഞാൻ അനാലിസിസ് ചെയ്തിട്ട് അങ്ങനെയുള്ള വലിയ ട്രേഡുകൾ എടുക്കുന്നത് ഇങ്ങനെയാണ്. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനാലിസിസിന്റെ ബേസ് ചെയ്തിട്ടാണ് മിക്കവാറും എൻ്റെ ട്രേഡുകൾ നടക്കാറ്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും വരുമെന്ന് കരുതുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ വ്യൂ ചേഞ്ച് ചെയ്യാറുണ്ട്, എന്നിട്ടും ട്രേഡ് എടുക്കാറുണ്ട്. പൊതുവെ എല്ലാം എൻ്റെ അനാലിസിസ് ബേസ് ചെയ്തിട്ടാണ് എൻ്റെ പേഴ്സണൽ ട്രേഡുകളൊക്കെ എടുക്കാറ്. ഇത്രയാണ് നമ്മുടെ ഡെയിലി അനാലിസിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയുള്ള കാര്യം നമുക്ക് ഇന്ന് ട്രേഡ് എടുത്ത കുറച്ച് ആളുകൾ ഇത് ഇട്ടിട്ടുണ്ട്, PNL ഇട്ടിട്ടുണ്ട്. ഞാൻ വായിക്കുന്നുള്ളൂ കേട്ടോ, കാരണം ചാർട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് ചാർട്ടിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇത് വരച്ച ആളുകളുടെ ഞാൻ പറയാം, മിക്ക ആളുകളുടെയും വരച്ച ആളുകളുണ്ട്. വരച്ച ആളുകളുടെ മിക്ക ആൾക്കാരെയും സക്സസ് ആണ് കണ്ടിരുന്നത്. അഷ്റഫിനോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു അഷ്റഫ്? അത് ആ മാർക്കറ്റ് പോകുന്നത് അഷ്റഫ് എടുത്താണ്
ഇപ്പോ കയറി പോകുന്ന സ്ഥലത്താണ് മാർക്കറ്റ് കയറി പോകുന്നത് അല്ലേ? അതെ സാർ, അല്ല അത് അങ്ങനെ തന്നെ മാർക്കറ്റ് കയറി എടുത്തത്. പോകും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഞാൻ തരാം വീണ്ടും ഒരു എന്താണ് ട്രേഡ് നോട്ട് എടുത്തിട്ടുണ്ട് സാർ, അത് ചെയ്യേണ്ടതെന്ന്. സക്സസ്ഫുൾ ആയിരുന്നു. ഓക്കെ, ജിതിൻ വരച്ചിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ട് ജിതിൻ. ഓക്കെ, ഞാൻ സക്സസ് ആയതൊന്നും പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി എനിക്ക് ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. അബ്ദുൾ റഷീദ് TP അടിച്ചിട്ടുണ്ട്. അബ്ദുൾ റഷീദ് ഏറെക്കുറെ പിടുത്തം കിട്ടിയെന്ന് തോന്നുന്നുണ്ട് അല്ലേ? സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്ന വിധത്തിലാണോ? വൈശാഖ് വലിയൊരു പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ വൈശാഖ് അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്ട്രാറ്റജി അല്ല വർക്ക് ചെയ്യുന്നത്. വൈശാഖ് സ്ട്രാറ്റജി വീഡിയോ കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. 2-3 ദിവസമായിട്ട് ഞാൻ വൈശാഖ് കൃത്യമായിട്ട് സ്ട്രാറ്റജി നോക്കാൻ പറയുന്നുണ്ട്. ഫസൽ റഹ്മാൻ ആ ഒരു മാർക്കറ്റ് അവിടെ നിന്ന് കറക്റ്റായിട്ട് വീണ് താഴോട്ടേക്ക് വീണു അല്ലേ? ഫസൽ റഹ്മാൻ വരച്ചിരിക്കുന്നതിൽ നിന്ന് മാർക്കറ്റ് കറക്റ്റായിട്ട് താഴോട്ടേക്ക് വീണു. അല്ല, എനിക്ക് എന്തുകൊണ്ടാണ് USD CHF എടുക്കുന്നത്? എങ്ങനെ കറൻസിയിലാ? USD CHF എടുക്കുന്നത്, കറൻസിയിൽ എടുക്കുന്നത്? അതില് ഗോൾഡില് ഇതായതുകൊണ്ട് എന്താണ് മൂവ്മെന്റ് കൂടുതലായതുകൊണ്ട് കറൻസിയിലല്ല, ഗോൾഡിൽ തന്നെ എടുക്കണം. കാരണം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആരെങ്കിലും കറൻസിയിൽ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ പതുക്കെ ഗോൾഡിലേക്ക് മാറുക. ഈ ഒരു സ്ട്രാറ്റജി കറൻസിയിൽ വർക്കാവുന്ന വെച്ചാൽ വർക്കാവും, പക്ഷെ നിങ്ങൾക്ക് അവിടെ കാര്യമായിട്ടൊന്നും ഏൺ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അവിടെ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിരിക്കുന്നത് ഗോൾഡിന്, അതുപോലെ തന്നെ ഓയിലിന്, ക്രിപ്റ്റോക്കൊക്കെ കൂടിയാണ്. വളറ്റയിലുള്ള മാർക്കറ്റിലാണ് ഈ സ്ട്രാറ്റജി വർക്കാവുള്ളൂ. സഡൻലി ക്യാപ്ചർ ചെയ്യുക, ഇറങ്ങിപ്പോരുക എന്നുള്ളതാണ്. മറ്റേതിൽ ഇത്ര സഡൻ ആയിരിക്കില്ല. ആയാൽ തന്നെ എന്തായിരിക്കും, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു റിവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കിട്ടിയാൽ തന്നെ വളരെ ചെറിയ റിസ്ക് റിവാർഡൊക്കെ ആയിരിക്കും അവിടെ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ആരെങ്കിലും കറൻസിയിൽ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറൻസിയിൽ നിന്ന് ഗോൾഡിലേക്ക് തിരിച്ചു വരിക. ഈ ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഗോൾഡിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾക്ക് എല്ലാവർക്കും 0.01 എടുത്താൽ മതി. അധികം ക്വാണ്ടിറ്റി വെച്ച് എടുക്കരുത് എന്ന് തന്നെയാണ് എപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 0.01 എടുക്കുക. കറൻസിയിൽ നിന്ന് പതുക്കെ ഗോൾഡിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇത്രയാണ് ആളുകൾ ഇട്ടിരിക്കുന്നത്. ഞാൻ പിന്നെ കൂടുതൽ ഇതിൽ ഫെയിലർ ആയത് അഷ്റഫിന് കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ട്, റഷീദിന് മനസ്സിലായിട്ടുണ്ട്. വൈശാഖൻ ഇപ്പോഴും സ്ട്രാറ്റജി ക്ലിയർ ആവണില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ ഇട്ടിരിക്കുന്ന ആള് ഇർഷാദ് ആയിരുന്നു. ഇർഷാദ് ഇതുപോലെ തന്നെ ഞാൻ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇർഷാദ് ഇടുന്ന സമയത്ത് ഞാൻ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് മാർക്കറ്റ് ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. ഹരികൃഷ്ണൻ വരുന്ന സമയത്ത് ഞാൻ വാൺ ചെയ്തിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ ഡെഫിനറ്റ്ലി എന്താണ് ഒരു സ്ട്രോങ് റിജക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ കിട്ടും. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ് റിയാക്ഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ട്രേഡ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഇർഷാദ്, പിന്നെ രണ്ടാമത് ഇർഷാദ് എടുത്ത് പറഞ്ഞ സ്ട്രാറ്റജി ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. സ്ട്രാറ്റജി കൃത്യമായിട്ട് പിക്ക് ചെയ്തിട്ടില്ല. എനിവേ ഇതെല്ലാം ഞാനിപ്പോൾ ഇതിൽ നോക്കിയിട്ടാണ് പറയുന്നത്, ഇതിലാണ് ഡിസ്കോഡിൽ നോക്കിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ടിലേക്കോ പഴയ പോലെ തന്നെ ഓരോരോ പിക്ചറുകൾ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ നോക്കാം. ഇന്നിപ്പോ വരച്ചിട്ടതിൽ ആരുടെയെങ്കിലും ഇത് നിങ്ങൾക്ക് എടുത്ത് സംസാരിക്കണം എന്ന് പറയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഐ മീൻ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തോന്നുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? വരച്ചിട്ടതിൽ, ട്രേഡിങ്ങിൽ വരച്ചിട്ടതിൽ രാജേഷ് പറഞ്ഞോളൂ. സാർ ഞാൻ ഇട്ടിരുന്നു, സാറ് പറഞ്ഞില്ല, സാറ് കണ്ടോന്ന് അറിയില്ല, അത് കറക്റ്റ് ആണോ എന്താ സാർ? ഏതിലിട്ടുണ്ടായിരുന്നു? ഡിസ്കോഡില്. ഡിസ്കോഡിൽ ഏത് ചാനലിലിട്ടുണ്ടായത്? ആഫ്റ്റർ ട്രേഡ് സ്നാപ്സ്. ആഫ്റ്റർ ട്രേഡ് സ്നാപ്സിന്റെ ഉള്ളിലിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ. ഫ്രെഡി, ഇർഷാദ്, അഷ്റഫ്, കിഷോർ എന്നും, കിഷോറിനെ പറയാൻ വിട്ടുപോയി. കിഷോർ എന്നും ഇതുപോലെ നിൽക്കുന്നുണ്ട്. ആൽവിൻ അതിലൊരു ഇൻഡിക്കേറ്റർ കാണുന്നുണ്ട്. ഇൻഡിക്കേറ്റർ റിമൂവ് ചെയ്യാം കേട്ടോ ആൽവിൻ. എനിക്ക് ആഫ്റ്റർ ട്രേഡ് സ്നാപ്പില് എനിക്ക് കാണുന്നില്ല കേട്ടോ. രാജേഷിനൊന്നും കാണുന്നില്ല. രാജേഷ് കുമാർ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. എവിടെയാണ് ഇട്ടിരിക്കുന്നത്? ആഫ്റ്റർ ട്രേഡ് സ്നാപ്സിലാണോ? ഓക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് രാജേഷ് കറക്റ്റ് ആണത്. കറക്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെ കറക്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2 വിധത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വന്നിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിരിക്കുന്നത്. ആ വിധത്തിൽ കറക്റ്റ് ആണത്. മൈനർ ലെവൽ നോക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഒരു വീഡിയോ വരും. വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലാവും. മൈനറും മേജറും അതുപോലെ തന്നെ ഷോർട്ട് ടൈം, ലോവർ ടൈം സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി നോക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ നിങ്ങൾക്ക് തന്നെ കുറെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. സ്ട്രാറ്റജിയിൽ ഞാൻ അടുത്ത് തന്നെ അത് എന്ത് ചെയ്യും, ആഡ് ചെയ്യുന്നല്ല, ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് മാത്രം. സ്ട്രാറ്റജിയിലെ നെക്സ്റ്റ് വീഡിയോസിൽ അത് ഞാൻ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം, ഇത്തിരി കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ഓക്കെ ആണ് കേട്ടോ രാജേഷ്. ഓക്കെ സാർ. വേറെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ലെവലിൽ ഓക്കെ ആണത്. എടുത്തിരുന്നല്ലോ അല്ലേ? എടുത്തിരുന്നു സാറേ, എടുത്തിരുന്നു. എടുത്ത സമയത്ത് അതിന്റെ ഇത് ഇടണം, എന്താണ് അതിന്റെ എങ്ങനെയാണ്, എത്ര ലോട്ടാണ്, കാര്യങ്ങളൊക്കെ, എത്ര പ്രോഫിറ്റ് ആണ്, ലോസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇടണം കേട്ടോ. ഇട്ടിട്ടുണ്ട് സാറേ. ഇട്ടുണ്ടോ? ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചല്ലേ. ഓക്കെ, പിന്നെ വേറെ ആരാണ്? പിന്നെ 14 പേര് കൈവന്നിച്ചോ? നിങ്ങളുടെയൊക്കെ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൈവന്നിച്ചാണോ, നേരത്തെ കൈവന്നിച്ചാണോ? ഓക്കെ, വേറെ ആരുടെയെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ?
ഡിസ്കസ് ചെയ്യാൻ കിഷോർ നന്നായിട്ടുണ്ട് കേട്ടോ. കിഷോർ എന്നത്തെ പോലെ നന്നായിട്ടുണ്ട്. വളരെ ക്ലാരിറ്റിയോടുകൂടി ചെയ്യുന്നുണ്ട്. എനിക്ക് ആക്ച്വലി കിഷോറിന്റെ പിക്ചർ ഇവിടെ കൊണ്ടുവന്ന് വരണമെന്നുണ്ട്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും കിഷോർ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷെ പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചാർട്ട് സ്റ്റക്ക് ആവും. അപ്പോൾ പിന്നെ നമ്മുടെ ലൈവ് ബ്രേക്ക് ആയി പോകും. ഓക്കെ, ഇനി കുറച്ച് ആളുകൾ പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട്. പ്രോഫിറ്റ് എന്നത്തെ പോലെ പ്രോഫിറ്റ് കാണുന്നുണ്ട്. നമുക്ക് എവിടുന്ന് തുടങ്ങാം? പ്രോഫിറ്റ് 5/8 5-ാം തീയതി അല്ലേ? 5-ാം തീയതി ഷമീർ നോ ട്രേഡിലാണ് തുടങ്ങുന്നത്. ഷമീർ നോ ട്രേഡ്. ഷമീർ എന്ത് പറ്റി നോ ട്രേഡ്? അഭിജിത്ത് നോ ട്രേഡ്. വിഷ്ണു 3.91. വിഷ്ണു അജിത്ത് 3.91. നമ്മുടെ സ്ട്രാറ്റജി തന്നെയായിരുന്നോ? രാജേഷ് കുമാർ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. 11.32. ഓക്കെ, വെരി ഗുഡ്. 0.01 11 പോയിന്റ് കിട്ടിയിരുന്നോ? അത്ര കിട്ടിയോ? 110 പിപ്പ് കളക്ട് ചെയ്തോ രാജേഷ്? അത്രയും കിട്ടിയിരുന്നു സാറേ. ഞാൻ അതില് മാർക്ക് ചെയ്ത പോലെ തന്നെ കയറിയിരുന്നു. കയറിയിരുന്നു അല്ലേ? ആ. കിഷോർ ഒരെണ്ണം സക്സസ് ആയിട്ട് 3.37. വൈശാഖൻ 2 ട്രേഡ് എടുത്തിട്ടുണ്ട്. 20 ലോട്ട് $20 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജനറേറ്റ് ചെയ്തിട്ടുണ്ട് 0.01. വെരി ഗുഡ് വൈശാഖ്. എൻ്റെ ആകാശ് ഇന്ന് ട്രേഡ് ഇല്ല. അലി ഒരു ട്രേഡ് എടുത്തോളൂ. അലി ഒരെണ്ണം ഫെയിലർ ആയിട്ടുണ്ടായിരുന്നില്ലേ? ഒരു ട്രേഡ് സക്സസ് കാണിക്കുന്നു. $7.3. ഫ്രെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം എടുത്തതിൽ 1.4 ഉണ്ട്. പക്ഷെ മറ്റൊരു ഇതിൽ നോക്കിയ സമയത്ത് ലോസ് ആണ്. ഓക്കെ, അബ്ദുൾ റഷീദ് നമ്പർ ഓഫ് ട്രേഡ് 1, സക്സസ് 1, 2.2 ക്യാപിറ്റല് 2.2% ക്യാപിറ്റൽ കിട്ടിയിട്ടുണ്ട്. 0.01 എടുത്തിരിക്കുന്നത്. ജിതിൻ എടുത്തിരിക്കുന്ന 0.01. ടോട്ടൽ നമ്പർ ഓഫ് ട്രേഡ് 1, സക്സസ് 1, 8.23. നമ്മുടെ സ്ട്രാറ്റജി തന്നെയായിരുന്നു ജിതിൻ ഇത്? അത് ഓടിക്കറി ചാടിക്കറി എടുത്തോ? അല്ല അല്ലേ? ഓക്കെ, ആൽവിൻ എല്ലാ തിങ്കളാഴ്ചയും ആൽവിയുടെ ഡേ ആണെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് 0.01 എടുത്തു. ക്വാണ്ടിറ്റി 0.1 എടുത്തു. സക്സസ് 0.01. സക്സസ് 1, ലോസ് 0, പ്രോഫിറ്റ് 7.79 ട്രേഡിംഗ്. നോട്ട് 3% ഓഫ് ക്യാപിറ്റൽ അച്ചീവ്ഡ്. നോ മോർ ട്രേഡ് ദിസ് വീക്ക് ആസ് അച്ചീവ്ഡ് മൈ വീക്ക്ലി ടാർഗറ്റ്. അപ്പൊ എത്ര പെർസെന്റേജ് എടുത്തു? 7.79 എന്ന് പറയുമ്പോൾ 3%-ന്റെ മുകളിലായില്ലേ? ആയിട്ടില്ലല്ലോ. 3 ആയി. എനിക്ക് 252 ആയിരുന്നു എന്റെ ക്യാപിറ്റല്. അപ്പൊ അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോ 3% ആയി. എനിക്ക് 2.5 വരെ ടാർഗറ്റ് ഈ വീക്കില്. അപ്പൊ അച്ചീവ് ആയി. ഓക്കെ, അച്ചീവ് ആയി. എല്ലാ തിങ്കളാഴ്ചയും നല്ല ദിവസമായിരിക്കട്ടെ. സാധാരണ എല്ലാവർക്കും തിങ്കളാഴ്ച മോശം ദിവസം ആവാറ പതിവ്. 0.01 ടോട്ടൽ ട്രേഡ് 0.02. സക്സസ് 1, ലോസ് 1, പ്ലസ് 16, 8% ഓഫ് ക്യാപിറ്റൽ. അപ്പൊ നല്ല രീതിയിൽ ഇന്ന് നല്ല രീതിയിൽ ഒരുവിധം എല്ലാവരും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ജനറേറ്റ് ചെയ്യാത്ത ആളുകൾ 2-3 പേരുണ്ട്. ആരൊക്കെയായിരുന്നു? ഫ്രെഡി നേരത്തെ പറഞ്ഞു. ഫ്രെഡി പക്ഷെ പേഴ്സണൽ ട്രേഡ് ആയിരുന്നു. പിന്നെ ആരാ പറഞ്ഞത്? എൽദോ പറഞ്ഞിരുന്നു. എൽദോ ഇതിൽ ഇവിടെ ഇട്ടുണ്ടായിരുന്നോ? ഡിബിൻ നോ ട്രേഡ്. അനീഫ 3 ട്രേഡിൽ 3 സക്സസ് ആയിരുന്നു. 16.29 ഇട്ടുണ്ട്. ഡിബിൻ നോ ട്രേഡ് ആണ്. അജയ് ഘോഷ് നോ ട്രേഡ് ആണ്. ജിതിൻ ഇതൊക്കെ ഇന്നലത്തെ അല്ലേ? 2/8 അല്ലേ? ഞാൻ ഇന്നത്തെ വാങ്ങിക്കുന്നത്. 2/8 പോട്ടെ കേട്ടോ. അപ്പൊ ഇന്ന് തുടങ്ങിയത് സെമീറിൽ നിന്നാണ്. ബാക്കിയുള്ള ആളുകൾ ആരും ഇട്ടതായിട്ട് കണ്ടില്ല കേട്ടോ. നോ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് പോലും ഇട്ടതായിട്ട് കണ്ടില്ല. അപ്പൊ വളരെ കുറവ് ആളുകൾ അന്ന് ഇട്ടിട്ടുള്ളൂ.